ഒന്നും വന്നില്ല ഇതുവരെ. പോയട വന്നട ഇഷ്ടം. അപ്പുറത്ത് അവര് വന്നില്ലേടി? ആര്? പോക്കിയും സുനാമിയും. എനിക്കങ്ങനെ അറിയാം. നിനക്ക് എങ്ങനെ അറിയാന്ന്? നിങ്ങള് ചക്കര ഈച്ചയല്ലേ? തുടങ്ങിയോ രാവിലെ? ഞങ്ങള് നല്ല അയൽക്കാര് തന്നെ. ഇനിയിപ്പോ എന്താ കുഴപ്പം? അതുകൊണ്ടാണ് നിന്നോട് ചോദിച്ചത് അവരെന്താ വരാത്തതെന്ന്. അവർക്ക് വീട് എന്ന് പറഞ്ഞ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ അതിന്റെ തിരക്കിലായിരിക്കും. അതുകൊണ്ട് എന്ത് തോന്നിയ ദിവസം കാണിക്കുന്ന? ഇവിടെ ഒരു വീട് എടുത്തിട്ട് അത് പൂട്ടിയിട്ടിട്ട് അങ്ങ് പോയേക്കുക. അത് ഇവിടെ കിടന്ന നാശമായി പോലെ പൊടി അടിച്ചിട്ട്. പിന്നല്ലാണ്ട് സ്വന്തം വീട് അടിക്കാനും തൂക്കാനും ഒരു താല്പര്യം ഇല്ലാത്ത ആളാണ് ഈ പറയണ വലിയ വർത്താനം. സ്വന്തം വീടിന് ഇപ്പൊ ഒരു കുഴപ്പമില്ല, നല്ല വൃത്തിയായിട്ട് കിടപ്പുണ്ടത്. ആര് കാരണം? ഞാൻ കാരണം. നീ കാരണം മാത്രമല്ല, എന്റെ മേൽനോട്ടം ഞാൻ വഹിക്കണോണ്ടാ. പിന്നെ ഭയങ്കര മേൽനോട്ടാണല്ലോ. രാവിലെ മുതൽ ഇവിടെ കയറിയിരുന്ന് മേൽനോട്ടം ഉണ്ടാക്കുക. ഇത് രാവിലെ മുതൽ ഇതൊക്കെ തന്നെ എന്റെ പണി. ചുമ്മാ ഓരോന്ന് വളവളാന്നിരുന്ന് പറയരുത് ക്ലീറ്റോ. പിന്നെ കാണിക്കണ ഒരു മര്യാദ വേണ്ടേ? മര്യാദ? അവരെന്ത് മര്യാദ കട ഇപ്പൊ കാണിച്ചേ? എടി, ഒരു വീട് പൂട്ടിയിട്ടിട്ട് പോണതിന് ഒരു സമയമില്ലേ? നിങ്ങൾക്ക് എന്താ തലയ്ക്ക് വെളിവില്ല? അവർക്ക് വീട് വാടക എടുത്ത് പുറത്തോട്ട് പോകണ്ടേ? അതാണ് ഞാൻ ചോദിക്കണത്. അപ്പൊ ഇത്ര നാൾ ഈ വീട്ടിൽ കിടന്ന് ഉറങ്ങിയപ്പോ അത് കുഴപ്പമില്ല. അപ്പൊ അവരെ വീട് പണിയെല്ലാം തീരാറായി വന്നപ്പോ അതാണ് വലുത്. അതൊക്കെയാണ് മറ്റേ ഒരു പറച്ചിലുണ്ടല്ലോ. എന്ത് പറച്ചിലും? ഒരു പറച്ചിലും ഇല്ല. ഓൾറെഡി ചോറ് ഇവിടെയും കൂറ് അവിടെയും. എന്റെ പൊന്നേ, എനിക്ക് കേറാനും ഇറങ്ങാനും വയ്യ. രണ്ടെണ്ണം കൂടെ തുടങ്ങിയ എങ്ങനെ പറയാതിരിക്കും അമ്മേ? കാണിക്കുന്നതിനൊക്കെ ഒരു മര്യാദ വേണ്ടേ? അപ്പൊ അളിയന്റെ കാല് പിടിച്ചിട്ടാണ് അപ്പുറത്ത് താമസിക്കാൻ വീട് കൊടുത്തത്. ആ വീടും പൂട്ടിയിട്ടിട്ട് പോയിട്ട് ദിവസം എത്രയായി? പൊടി അടിച്ചാൽ നാശമായി പോകില്ലേ? അല്ല, അത് അവർക്ക് എന്തെങ്കിലും ആവശ്യം കാണുമായിരിക്കും. എന്റെ അമ്മ ഇത്രയും നാൾ അമ്പിളിക്കുട്ടൻ ഞാൻ അവിടെ താമസിക്കുന്നതായിരുന്നു പ്രശ്നം. ഇപ്പൊ കാണുന്നില്ല അടുത്ത പ്രശ്നം. നിങ്ങൾക്ക് ഭ്രാന്ത ശരിക്കും. അല്ല, അതെ, അവൻ ആരോടെങ്കിലും കുസ്തി പിടിച്ചോണ്ടിരുന്നില്ലെങ്കിൽ അവന്റെ നാക്ക് ചൊറിയല്ലേടാ. പിന്നെ ഇത് കുസ്തിക്കാരെ കുടുംബം അല്ലേ, ഹവിൽദാർ കുടുംബം. എനിക്ക് സംശയമുണ്ട്. ഇതൊന്നും ഇവിടെ നടക്കൂല കേട്ടാ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്തോന്നടേ? എന്തിനാണ് നിന്റെ ഉദ്ദേശം? ഈ വീട് ഇങ്ങനെ പൂട്ടിയിട്ടിട്ട് തോന്നുമ്പോ അങ്ങ് പോവുക, തോന്നുമ്പോ വരിക. നാശാക്കാൻ വേണ്ടിയല്ല നിങ്ങൾക്ക് തന്നേക്കണേ. അപ്പൊ ഞാൻ വീട് തുറന്നിട്ടിട്ട് പോണോ? അത് നിന്നെ പോലെ ഒരു അടുത്തുള്ളപ്പോഴും ഞങ്ങൾക്ക് കട്ടുമോട്ടിച്ച് തിന്നേണ്ട കാലം അങ്ങനെ ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ. അന്തസ്സായിട്ട് തന്നെ ജീവിച്ചിട്ടുള്ളത്. നിനക്ക് എന്താ കുഴപ്പം? അത് പറ. നിനക്ക് എന്തോ കുഴപ്പം? എന്റെ അമ്പിളിക്കുട്ടൻ ചേട്ടാ, നിങ്ങൾ 2-3 ദിവസമായിട്ട് ഇവിടെ ഇല്ലല്ലോ. ആ വിഷമം താങ്ങാൻ പറ്റാതെ പറയണതാ. അതാണ് കാര്യം. ഒരു കാര്യം പറയാം, ഈ വീടെന്ന് പറയുന്നത് ഒരുപാട് പഴക്കമുള്ള വീടാണ്. ഹവിൽദാർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു വീടാണ്. അത് അതുപോലെ നിലനിർത്തണം. അങ്ങനെയുള്ളവർക്ക് കൊടുക്കാമെന്ന് ഞാൻ അളിയനോട് പ്രത്യേകം പറഞ്ഞാണ്. ഇവന് കൊടുത്ത വീട് നാശമായി. എന്റെ പൊന്നളിയാ, അത് എനിക്ക് നന്നായിട്ട് അറിയാം. ഹവിൽദാർ ഉണ്ടാക്കിയതാണെന്നും പഴക്കമുണ്ടെന്നും. നമ്മളെ സ്വന്തം വീട് പോലെ തന്നെയാണ് നോക്കുന്നത് അല്ലേ? അതിനൊന്നും നീ വിഷമിക്കണ്ട. നീ നോക്കാൻ ഇങ്ങനെ ഇറങ്ങിയത് നോക്കും രാവിലെ ആവുമ്പോ. ആ നോട്ടം അല്ല പറഞ്ഞത്. ഇതൊക്കെ അധ്വാനിച്ച് ഉണ്ടാക്കിയവർക്ക് അതിന്റെ ബുദ്ധിമുട്ടുണ്ടാ. അത് നിനക്കറിയില്ലല്ലോ. അതുപോട്ടെ, ഇനിയിപ്പോ നിന്റെ പ്രശ്നം ഇപ്പൊ എന്താണ്? നീ പറ. അത് പറ. എനിക്ക് ഒരുപാട് പ്രശ്നമുണ്ട്. ഒന്നാമത്തെ പ്രശ്നം നീ തന്നെയാണ്. ഈ വീടും ഇതുമൊക്കെ തന്നെയാണ്. ഇപ്പൊ അങ്ങനെ പോണോ? നമ്മൾ ഇവിടുന്ന് പോണോ? അയ്യോ, നീ എന്നെ കൊതിപ്പിക്കല്ലേ. എടാ, പോണെന്ന് പറഞ്ഞ എത്ര നാളായി. എന്നിട്ട് എവിടെയും പോയിട്ട് വീണ്ടും തിരിച്ച് നാളല്ലാതെ ഇവിടെ തന്നെ വന്ന് കിടക്കും. എന്നാ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടല്ലേ കേട്ടാ. എന്തറിഞ്ഞിട്ടാണ്? എന്റെ അളിയനെ പറഞ്ഞാൽ മതി. ഹലോ അളിയാ, ഞങ്ങളിവിടുന്ന് വീട് മാറാണ് കേട്ടോ. അയ്യോ, ക്ലീറ്റസിന് ഭയങ്കര വിഷമം. ഞാൻ അവിടെ അടുത്ത് കിടക്കണം. ഞങ്ങൾ ഇന്ന് തന്നെ പോവും. ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് ബാക്കി സാധനങ്ങൾ എടുത്തോണ്ട് പോവാം. ഓക്കെ, ശരി. കേട്ടാ, ഇമാതിരിയുള്ള നീ നിന്റെ തമാശ അടിയൊന്നും എന്റെ അടുത്ത് വേണ്ട കേട്ടാ. അല്ല, നിന്റെ നെഞ്ചിലെ കല്ല് ഇറങ്ങിയാ ഇപ്പൊ. തമാശ എന്താ തിരക്കണിക്കാൻ കയറിപ്പൊടി. തമാശ കളിക്കണം എൻ്റെ അടുത്ത്. അമ്മ കണ്ട? അമ്മ കേട്ടാ? അമ്മേ, അവൻ പറഞ്ഞത് കേട്ടാ? അവൻ എന്റെ പരിഹസിച്ചത് കേട്ടാ? ഇതൊക്കെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
എന്റെ പൊന്നടാ, അവന് നാക്കെല്ലിന് എല്ലില്ലാതെ എന്തെങ്കിലും പറഞ്ഞതായിരിക്കും. പോട്ടെ, നീ അങ്ങ് ക്ഷമിക്ക്. അല്ലെന്നേ, ഞാൻ അവനടുത്ത് വളരെ മാന്യമായിട്ട് ചോദിച്ചു. ഉടനെ അവൻ ഫോൺ എടുത്ത് ആരെ വിളിച്ചിട്ട് അവൻ ഇവിടുന്ന് പോവുകയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ വിലയില്ലാതാക്കാനാ. നീ എന്തിനാ ചിരിക്കണത്? വേണ്ട, കുറേ ചിരിച്ചാ മതി, കളിയാക്കലൊന്നും വേണ്ട കേട്ടാ. ഇവരെല്ലാരും കൂടെ തന്നെ എനിക്ക് വിലയില്ലാതാക്കിയത്. അതിന് ഒന്നാമത്തെ കാര്യം അമ്മയുടെ മോൻ തന്നെ. അവൻ എന്നെക്കാളും വിശ്വാസം അവനല്ലേ. അല്ല, അങ്ങനെ സംഭവിക്കുവോ? അങ്ങനെ സംഭവിച്ച കനകം വിളിക്കുന്നു. ഹലോ, ആ പറയടാ. അത് വെറുതെ അമ്പളിക്കുട്ടൻ ചേട്ടൻ വെറുതെ പറഞ്ഞ. അയ്യോ, അത് എപ്പോഴും പറയണ പോലെ പറഞ്ഞതാ. അമ്പളിക്കുട്ടൻ ചേട്ടനൊക്കെ ശരിക്കും പോവാന്ന്. എവിടെ? അല്ല, അവൻ ചുമ്മാതെ പറഞ്ഞതായിരിക്കും. നീ കനകന്റെ അടുത്ത് പറ, ചുമ്മാ പറഞ്ഞതാണെന്ന്. അമ്മേ, അമ്പളിക്കുട്ടൻ ചേട്ടൻ ഇപ്പൊ കനകനെ വിളിച്ചിട്ടുണ്ടായി. അവര് ശരിക്കും ഇറങ്ങാണ്. ഇവിടെ ക്ലീറ്റോ ആയിട്ട് എപ്പോഴും പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു. അവരിറങ്ങി കഴിയുമ്പോ വീടൊക്കെ ശരിക്കും നന്നാക്കി ഇടാൻ പറഞ്ഞു. അങ്ങനെ സംഭവിക്കുമോ? ഞാനൊന്ന് പോയിട്ട് വരാം. മതി, മറന്നിരിക്കും. സമാധാനമല്ല നിങ്ങൾക്ക്? ഞാൻ തങ്കം, ഞാൻ അമ്പളിക്കുട്ടൻ ചേട്ടാ, രാഗി. അമ്മയാ? അമ്മ ഇവിടെ ഉണ്ടായിരുന്നോ? ഇരിക്കണം. അല്ല, നിങ്ങൾ ഇവിടെ പോണെന്ന് പറയുന്നത്? പോവാൻ തീരുമാനിച്ചോ? എന്തിന്? അല്ല, ഞാൻ വന്നതേ അവന് ഇഷ്ടപ്പെട്ടു ഇവിടെ താമസത്തിന്. അന്ന് തുടങ്ങിയ അടിയാണ്. അതാ ഇന്ന് ഞാൻ വന്ന് കയറുന്നത് വരെ അത് തന്നെയാണ് സംഭവം. അത് വെറുതെ തമാശക്കല്ലേ അമ്പളിക്കുട്ടൻ ചേട്ടാ? ഇല്ലേ, തമാശ ആയിരുന്നെങ്കിൽ 1-2 ദിവസമല്ലേ. ഇതിപ്പോ അങ്ങനെയല്ല. നമ്മൾ കാണുമ്പോ അവന് വഴക്കാണ്. അമ്പളി, അവന് തലയ്ക്ക് സുഖമില്ലാതെ അവൻ അങ്ങനെ പലതും പറയും. നീ അതൊന്നും കേട്ട് വിശ്വസിക്കണ്ട. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞാൽ എടുപടി പറഞ്ഞ് അങ്ങനെ കിട്ടിട്ട് പോകും. അതല്ലേ? അല്ലല്ല, ആരെങ്കിലും എന്തെങ്കിലും അല്ല. അവൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ വന്നതിന് ശേഷം അവന്റെ മനസ്സമാധാനം ഇല്ലാതായിരുന്നു. അങ്ങനെ ഇനി കളിയം ഞാൻ എന്റെ കാരണം കൊണ്ട് ഇനി ഒരു മനസ്സമാനക്കേട് വേണ്ട. അങ്ങനെയാണെങ്കിൽ പിന്നെ കുറച്ച് മനസ്സമാനം അവന് കിട്ടിട്ട്. അമ്പളിക്കുട്ടൻ ചേട്ടാ, ഇതിപ്പോ ഇങ്ങനെ പെട്ടെന്ന് വഴക്കൊക്കെ ഇട്ട് പോകുമ്പോ അതൊരു വിഷമല്ല അമ്പളിക്കുട്ടൻ ചേട്ടാ? എൻ്റെ പൊന്ന് തങ്ക, ഇത് വഴക്കിട്ട് പോണല്ല. ആ വഴക്കാവുന്നതിന് മുമ്പ് പോകുന്നതാണ്. നമ്മളീ പറയില്ലേ, സ്വരം നല്ലതായിരിക്കുമ്പോഴും പാട്ട് നിർത്തണമെന്നാണ്. അതുപോലെ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. അല്ല, അമ്പളിക്കുട്ടൻ ചേട്ടനൊക്കെ പൊക്കോ, അല്ലെങ്കിൽ നിങ്ങളവിടെ പെരപണിയാണല്ലോ. അത് പെരപണിയൊന്ന് കഴിഞ്ഞിട്ട് പോവാനുള്ളൊരു സാവധാനം ഉണ്ടാവില്ലേ? ഇല്ല, അത് വന്നിട്ട് ഇപ്പോഴാണെങ്കിൽ അവളെ കുഞ്ഞമ്മയുടെ വീട് അവിടെ ആരുമില്ല. അപ്പോൾ അവരും അങ്ങോട്ട് വിളിച്ചു. അപ്പോൾ ഈ എല്ലാ സാഹചര്യവും ഒത്തു വന്നത് ഇപ്പോഴാണ്. എന്നാൽ പിന്നെ അങ്ങോട്ട് ഇത് ചുമ്മാ ഇത് ഇവൻ എന്നെ പറ്റിക്കാൻ വേണ്ടിട്ട് ചുമ്മാ എന്നെ പറ്റിക്കാൻ വേണ്ടിട്ടാ. എനിക്കറിയാം. ഇല്ലല്ലയാ, നിന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ടില്ല. അതുപോലെ നിന്റെ അടുത്ത് എനിക്ക് ദേഷ്യവും ഇല്ല. നിനക്കാണ് എൻ്റെ ഒരു ദേഷ്യം. എനിക്ക് നിന്റെ ദേഷ്യമില്ല. പിന്നെ ഞാൻ പോകുന്നത് ഇനി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവരുത്. ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. അത് ഞാൻ ഉണ്ടാക്കാൻ താല്പര്യപ്പെടുന്നില്ല. നീ കേൾക്കാൻ പോകണല്ലേ, നീ വെറുതെ ഇരുവല്ലോ. അത് അമ്മയ്ക്ക് ഇത്രയും ദിവസമൊക്കെ ഒരു കുടുംബം പോലെ താമസിച്ചിട്ട് പെട്ടെന്ന് അങ്ങനെയൊക്കെ ഇറങ്ങി പോകാന്ന് പറയുമ്പോൾ ഇവന്റെ മനസ്സ് ഇതാണ്. ഇവന്റെ മനസ്സ് അതിപ്പോഴും എന്താ മുഖന്തിങ്ങനെ ശരിക്കും പറഞ്ഞതല്ലേ പോവാണെന്ന്? എന്തായാലും പോണ്ടേ ചേച്ചി? എപ്പോഴും ഇവിടെ താമസിക്കാൻ പറ്റുമോ? അവിടെ വീട് പണി നടക്കണ കാര്യമൊക്കെ ചേച്ചിക്ക് അറിയണമായിരുന്നില്ലേ? അങ്ങനെ പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ പറയായിരുന്നില്ലേ? അല്ല, ഞങ്ങൾ അവിടെ പോയി നോക്കി. പിന്നെ അപ്പോഴേ മനസ്സിലായ എന്തായാലും കുറച്ച് പണിയും കൂടെ ഉള്ളൂ. അപ്പൊ എന്തായാലും മാറണം. എനിക്കറിയാം, ക്ലീറ്റോ എന്തോ പറഞ്ഞു കേട്ടിട്ടല്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണ? അയ്യോ, അങ്ങനെയൊന്നും ഇല്ല ചേച്ചി. എന്തിനാ ഇങ്ങനെയൊക്കെ പറയണ? വാ. ക്ലീറ്റോ ഒന്നും മനസ്സിൽ വെച്ചിട്ട് പറയണതല്ല. ക്ലീറ്റോന്റെ സ്വഭാവം ഇത്ര ദിവസം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ?
അതൊക്കെ അറിയാ ചേച്ചി, ഞങ്ങളിത് മുന്നേ തീരുമാനിച്ചതാ. അങ്ങനെയാണെങ്കിൽ എന്നോട് പറഞ്ഞേനെ ഞങ്ങൾ ഈ ആഴ്ച പോകുന്നുള്ളത്. ചേച്ചി വിഷമിക്കല്ലേ. അതെ, ജമന്തി പോയി കഴിഞ്ഞപ്പോ നിങ്ങൾ വന്നല്ലോ എന്നുള്ളൊരു ആശ്വാസമായിരുന്നു. ഞാനിപ്പോ പറയാൻ പറയരുത്, കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് പോയിക്കോ. ഇങ്ങനെ പോകുമ്പോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ. എന്തായാലും പോകണ്ടേ, പെട്ടെന്ന്. ഞാൻ പിന്നെ ചേച്ചി ദുബായിൽ തിരിച്ചു പോകണം, വീട് മാറണം എന്നൊക്കെ എപ്പോഴും പറയുമെങ്കിലും പെട്ടെന്ന് പോവാന്ന് പറയുമ്പോ എനിക്ക് ഭയങ്കര വിഷമം പോലെ. വിഷമമായി വന്നപ്പോഴാണ് മനസ്സിലായേ നിങ്ങൾ ഭയങ്കര സ്നേഹമായിരുന്നു. എന്താ ചേച്ചി എന്നെയും കൂടെ വിഷമിപ്പിക്കല്ലേ പ്ലീസ്. അവിടെ ഇനി എന്തൊക്കെ പണിയുണ്ട്? അവിടെ ഇനി കുറച്ച് പണിയും കൂടെ ഉള്ളൂ. ഒരു റൂമും കിച്ചണും ഒന്ന് ശരിയാക്കണം, എന്നിട്ട് കയറി താമസിക്കാൻ തുടങ്ങണം. പിന്നെ ചേച്ചിക്കൊക്കെ അറിയുമ്പോ എനിക്ക് കരച്ചിൽ വരും കേട്ടോ. കുഴപ്പമില്ല, എനിക്ക് നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ്സാവും. എന്തെങ്കിലുമൊക്കെ അറിയാമോ അവിടെ പോയി ചെയ്യാനായിട്ട്? ഞാനില്ല അടുത്ത്. ഞാൻ ഇങ്ങോട്ട് ഓടി ഓടി വരും. ഒരു കൈനറ്റിക് എന്തെങ്കിലും ആക്സസ് എന്തെങ്കിലും വാങ്ങണം, എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് വരാം ഇടയ്ക്കിടയ്ക്ക്. ചേച്ചിയുടെ ക്ലാസ്സും പിന്നെന്താ കുക്കിങ്ങും ഒക്കെ എനിക്ക് ഇനിയും പഠിക്കണം. എടുത്തു വെച്ചോ? എല്ലാം എടുത്തോ? ഇനി ബാക്കി സാധനങ്ങളൊക്കെ പിന്നെ വന്നിട്ട് എടുക്കാം. കുഞ്ഞമ്മയുടെ വീട്ടിൽ പോയി നിൽക്കാനാ പ്ലാൻ. അവിടെ എന്തെങ്കിലും താമസിക്കാനൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായും കൂടി തിരിച്ചു പോകുന്നു കേട്ടോ. തീർച്ചയായിട്ടും. അക്കയോട് ഇനി എന്താ പറയാന്നാ എനിക്ക് അറിഞ്ഞൂടാ. ഒന്ന് മനസ്സിലൊന്നും വെച്ചേക്കരുത് കേട്ടോ. വെറുതെ കഥയില്ലാതെ ഓരോന്ന് പറയണതാ. അങ്ങനെയൊന്നുമില്ല, നമുക്ക് അറിഞ്ഞൂടാ. ഞാനതൊക്കെ എൻജോയ് ചെയ്യായിരുന്നു. പിന്നെ ഇടയ്ക്ക് വരണം രണ്ടുപേരും കൂടി, 2-3 ദിവസം നിക്കണം കേട്ടോ. ഇവിടുന്ന് അങ്ങ് പോയെല്ലാം മറന്നു പോകരുത്. തങ്ക ചേച്ചിനെ കാണാൻ ഞാൻ വരാണ്ടിരിക്കോ? ഇത്ര സ്നേഹമുള്ള ഒരു ചേച്ചീനെ. വാ വാ കണ്ണൊക്കെ ഒന്ന് തുടച്ചേ, എന്നെ സന്തോഷത്തോടു കൂടി യാത്ര അയക്കാൻ മതി കേട്ടോ. അമ്മേ അമ്മ, അതെ എന്താ ഇപ്പൊ ഇവര് എന്തോന്നാണ് അവൻ പോകാൻ തീരുമാനിച്ച് അവൻ പോവും. എന്താ അമ്പളിക്കൂട്ടാ, സത്യം പറ, നീ എവിടെ കറങ്ങാൻ പോണ്? എന്ന് വരുമെന്ന് പറ. ഇല്ല, സത്യമായിട്ട് പോകാൻ തന്നെ പോകണം. എവിടെ? വീട് മാറി പോകണം, ഞാൻ പറഞ്ഞില്ലേ. പ്ലീസ് നിങ്ങളുടെ വീട് പണി കഴിഞ്ഞിട്ട് പൊക്കോ. അതല്ല ചേച്ചി, ഇനി കുറച്ചും കൂടെ അല്ലേ ഉള്ളൂ വീട് പണി തീരാൻ. അപ്പൊ അത് കുഞ്ഞമ്മയുടെ വീട്ടിലൊന്ന് തീർക്കാന്നാ വിചാരിച്ചിരിക്കുന്നത്. മക്കളെ എവിടെ പോണു? എടാ, ഇത് ഞാൻ നേരത്തെ തീരുമാനിച്ചതാ. പിന്നെ പൈസയുടെ കുറച്ച് ഷോർട്ടേജ് ഉണ്ടെങ്കിൽ ഇപ്പോഴാണ് പൈസയൊക്കെ അറേഞ്ച് ആയി. പിന്നെ ഏറ്റവും എന്ന് വെച്ചാൽ നമ്മൾ എവിടെ കുഞ്ഞമ്മയുടെ വീടിൻ്റെ അടുത്താണല്ലോ നമ്മൾ വീട് വയ്ക്കുന്നത്. അവിടെ പോയി നിന്നാലേ ആ പണിയും പെട്ടെന്ന് അങ്ങ് തീരും. അതിന് വേണ്ടിയിട്ടാണ്. ഇത് ഒരാഴ്ചയല്ലേ ഉള്ളൂ. ഞാൻ കാരണം എവിടെ പോണു? അയ്യോ, എന്റെ പൊന്നളിയാ, അളിയാൻ കാര്യമൊന്നുമല്ല. ഞാൻ പറഞ്ഞത്, നീ വിഷമിക്കാതെ. അമ്മ എവിടെ പോണവര്? മക്കളെ, മാമൻ പുതിയ വീട് വെക്കുന്നില്ലേ, അത് അടുത്ത ആഴ്ചയാണ്. പാലിയാച്ചിനെ വിളിക്കും കേട്ടാ. അടുത്ത ആഴ്ച അവരുടെ വീട്ടിലോട്ട് അങ്ങോട്ട് പോകുന്നു. ചുമ്മാ തന്നെ ഒരുപാട് കാര്യങ്ങളില്ലേ നോക്കാൻ. കളിപ്പിക്കല്ലേ എന്നെ. അപ്പൊ ആ വീട്ടിൽ ആര് താമസിക്കും? ചുമ്മാ പറഞ്ഞല്ലേ മക്കളെ. പിന്നെ അളിയാ, പാലിയാച്ചിനെ വിളിക്കും, വരണം. ഒരാഴ്ച കുടുംബത്തെ കേട്ടാ താങ്ക അമ്മയുടെ ഉണ്ടാവുമല്ലോ. ഒരാഴ്ച അവിടെ വന്നിരിക്കണം. നമ്മൾ പുതിയ വീട്ടിൽ അവിടെ നിന്ന് അടിച്ചു പൊളിച്ച്. എന്തിനാണ് നീ മനസ്സ് വിഷമിക്കുന്നത്? അടി കൂടാൻ ആളില്ലാന്ന് വിചാരിച്ചിട്ടാണ്? അയ്യോ അമ്മ, ഞാനേ ഈ വീട് വിട്ടേ പോണുള്ളൂ, ഈ പഞ്ചായത്ത് വിട്ടൊന്നും പോണില്ല. അളിയൻ വിഷമിക്കാതെ, നമുക്കിനിയും തള്ളിക്കൂടാം. റോഡിൽ വെച്ചും പാടത്ത് വെച്ചും സമരപ്പന്തലിൽ വെച്ചും എല്ലായിടത്തും വെച്ചും നമുക്ക് തല്ലുകൂടാം. പിന്നെ അമ്മ, എൻ്റെ സ്വാധീനം ഉപയോഗിച്ച്, എൻ്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഞാൻ ഉടനെ എന്നെ കനകനെ ഇങ്ങോട്ട് ട്രാൻസ്ഫറാണ്.
എന്നിട്ട് വേണം പഴയതുപോലെ ഞാനും ക്ലീറ്റസ് അളിയനും കനകളിയനും കൂടെ ഒന്നടിച്ച് പൊളിക്കാൻ. എന്തല്ലയാ? എൻ്റെ അടുത്ത് വേറെ പണക്കൊന്നുമില്ലല്ലോ അല്ലേ? എന്താളിയാ നിന്റെ സ്വഭാവം എനിക്ക് അറിഞ്ഞു. അതൊന്നും കുഴപ്പമില്ല. മക്കളെ, അയ്യോ മക്കളെ കരയണം. ആ പോട്ടെ, പോയിട്ട് വരാം കേട്ടോ. പാലസിന്ന് പറഞ്ഞ കേട്ടോ. ഇറങ്ങട്ടെ, ഒരു ഉമ്മതാ ചേച്ചി. ശരി. സാധനങ്ങളെടുക്കാൻ 2 ദിവസത്തിനകത്ത് വീട് കൂട്ടിക്കൊള്ളുമല്ലോ. ചേട്ടാ അമ്മ പറഞ്ഞ കേട്ടാ, പല സമയത്തിന് അവിടെ പിക്കളായിരുന്നു ഇവിടെ ഞാൻ എൻ്റെ അടുത്ത്. നീ എന്തിനാ വിഷമിക്കുന്നത്? ഇനി തല്ലുകൂടാൻ ആളില്ലെന്ന് എഴുതിയിട്ടാണ്. സംസാരിക്കുമ്പോൾ ആലോചിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞ ഇതാണ്. ഈ നാക്കിന് എല്ലില്ലെന്ന് കരുതിയേ തോന്നുന്നത് അങ്ങ് വിളിച്ച് പറയരുത്. അപ്പം ഇങ്ങനെ ഇരിക്കും. പോട്ട് സാരമില്ല ഇനിയിപ്പം. Alien versus Alien.